എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പൊട്ടിത്തെറി. അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന മാത്രമേ നടത്തൂ എന്നും ഏകീകൃത കുർബാന നടപ്പാക്കാൻ ശ്രമിച്ചാൽ സമവായത്തിൽ നിന്ന് പിന്മാറുമെന്നും അതിരൂപത അൽമായ മുന്നേറ്റത്തിന്റെ ഭീഷണി. ചുമതലയേറ്റ നാൾ മുതൽ കൂടെയുണ്ടായിരുന്ന അൽമായ മുന്നേറ്റം തള്ളിപ്പറഞ്ഞതോടെ അതിരൂപതയുടെ ഭരണ ചുമതല ഒഴിയാൻ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി തയ്യാറെടുക്കുന്നതായാണ് സൂചന. വത്തിക്കാൻ സ്ഥാനപതിയുമായി മാർ പാംപ്ലാനി കൂടിക്കാഴ്ച നടത്തി. ബിഷപ്പ് ബോസ്കോ പുത്തൂർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന കാലത്ത് എറണാകുളം അങ്കമാലി അതിരൂപത വത്തിക്കാന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു. പിന്നീട് മേജർ ബിഷപ്പിന്റെ കീഴിലേക്ക് അതിരൂപതയെ എത്തിക്കാൻ അൽമായ മുന്നേറ്റം ഏറെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അതിരൂപതയുടെ പ്രോട്ടോസിഞ്ചലൂസ് ആയിരുന്ന ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളിയെ പ്രോട്ടോസിഞ്ചലൂസ് ആക്കിയാണ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പും സീറോ മലബാർ സഭയുടെ സെക്രട്ടറിയുമായിരുന്ന മാർ ജോസഫ് പാംപ്ലാനി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി ജനറലായി ചുമതലയേറ്റത്. തുടർന്ന് അൽമായ മുന്നേറ്റത്തിന്റെ നിർദ്ദേശപ്രകാരം ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ജനാഭിമുഖ കുർബാന നിയമവിധേയമാക്കി. നിലവിലെ കൂരിയായെ പിരിച്ചുവിട്ട് പുതിയ കൂരിയ സ്ഥാപിച്ചു. കാര്യങ്ങൾ കുഴപ്പമില്ലാതെ മുന്നോട്ടു പോകുന്നതിനിടെയാണ് മേജർ ബിഷപ്പിന്റെയും ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയുടെയും വത്തിക്കാൻ സന്ദർശനവും തുടർന്ന് സിനഡും നടന്നത്. വത്തിക്കാനിൽ നിന്ന് കാര്യമായ പിന്തുണ ലഭിക്കാതിരുന്നതും സിനഡിന് ശേഷം ഇറങ്ങിയ വാർത്താക്കുറിപ്പിൽ അതിരൂപതയിൽ ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പാക്കുമെന്ന വാചകവുമാണ് അൽമായ മുന്നേറ്റത്തെ ചൊടിപ്പിച്ചത്. ഇതോടെ അൽമായ മുന്നേറ്റം ആർച്ച് ബിഷപ്പ് പാംപ്ലാനിക്കെതിരായി. സിനഡാനന്തര സർക്കുലർ അതിരൂപതയിലെ ഒരു പള്ളിയിലും വായിച്ചില്ല. ഏകീകൃത കുർബാന നടപ്പാക്കാനാണ് തീരുമാനമെങ്കിൽ നിലവിലെ സമവായം അവസാനിപ്പിക്കുമെന്ന് അൽമായ മുന്നേറ്റം ഭീഷണി മുഴക്കി. ജനാഭിമുഖ കുർബാന ലിറ്റർജിക്കൽ വേരിയന്റായി നടപ്പാക്കുകയല്ലാതെ മറ്റൊന്നും സ്വീകാര്യമല്ലെന്ന് അൽമായ മുന്നേറ്റം വക്താവ് റിജു കാനുകാരൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഘട്ടഘട്ടമായി സിനഡ് കുർബാന അല്ലെങ്കിൽ ഏകീകൃത കുർബാന ഇവിടെ നടപ്പാക്കാൻ വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റ് എല്ലാ സമവായത്തും ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങൾ കൃത്യമായി മേജർ ആർച്ച് ബിഷപ്പിനെയും മാർ പാംപ്ലാനെയും കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. അവർക്കും വ്യക്തമായി അറിയാവുന്നതുമാണ്. എന്നാൽ ആ കാര്യങ്ങൾ കൃത്യമായി സിനഡിന് ബോധ്യപ്പെടുത്താനോ ആ കാര്യങ്ങൾ വന്നില്ല എങ്കിലും എറണാകുളം അതിരൂപതയിൽ നടപ്പാക്കിയിട്ടുള്ള സമവായം അതിൽ എല്ലാവരും സഹകരിച്ചു പോകണമെന്നും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു സിനഡാനന്തര സർക്കുലർ വരുമെന്നാണ് ഞങ്ങളോട് മാർ ജോസഫ് പാംപ്ലാനിയും മാർ റാഫേൽ തട്ടിലും ഉറപ്പു തന്നിരുന്നത്. അതിരൂപത നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതിരൂപതയിലെ സ്ഥാപനങ്ങൾ ചിലർ സ്വകാര്യ സ്വത്തായി കരുതുന്നുവെന്നും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണമെന്നുമാണ് ആവശ്യം. എറണാകുളം അതിരൂപതയുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഒരാൾക്കും കൈയിട്ട് വരാൻ പറ്റാത്ത വിധം ഒരാൾക്കും ഒരു സ്ഥാപനം അവൻ അതിൻ്റെ ഡയറക്ടറായാൽ അതിൻ്റെ സ്വതന്ത്ര രാജ്യം പോലെ അല്ലെങ്കിൽ സ്വന്തം സ്ഥാപനം പോലെ കൊണ്ടു നടക്കാൻ പറ്റാത്ത വിധം എറണാകുളം അതിരൂപതയുടെ വസ്തുവകകളും സ്ഥാപനങ്ങളും എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളുടേതു കൂടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ കൃത്യമായ സുതാര്യമായ കണക്ക് വിവരങ്ങളും കാര്യങ്ങളും അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുക. ചുമതല ഏറ്റ നാൾ മുതൽ കൂടെയുണ്ടായിരുന്ന അൽമായ നേതൃത്വം തള്ളിപ്പറഞ്ഞതോടെ കടുത്ത സമ്മർദ്ദത്തിലായ ആർച്ച് ബിഷപ്പ് പാംപ്ലാനി അതിരൂപത ഭരണ ചുമതല ഒഴിഞ്ഞേക്കുമെന്നാണ് സൂചന. ന്യൂസ് മലയാളം, കൊച്ചി.